Hello guys, welcome back to our channel Crazy Girls. അപ്പോൾ ഇന്ന് നമ്മള് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നോ, അപ്പം ഞാൻ അവിടെ കാണാൻ പോയില്ല മിനിസോയില്, അതുകൊണ്ട് ഞാൻ പോകുവാണ്. അങ്ങനെയൊന്നുമല്ല, ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചത് മിനിസോയിന്നാണ്. അപ്പൊ അയിമയെ കൊണ്ടുപോകാതെ സർപ്രൈസ് ആയിട്ടല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയത്. അന്നേരം അയിമയ്ക്ക് മിനിസോ കാണണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിനിസോയിൽ പോകും. ഇപ്പൊ 8 മണിയായി, കട തുറന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല, അടച്ചു കാണുമായിരിക്കും. എന്തായാലും പോയി നോക്കാം. അപ്പൊ മിനിസോയിൽ പോയി അയിമക്കൊരു പാവക്കുട്ടിയെ വാങ്ങിക്കണം എന്നാ പറയുന്നത്. എന്തായാലും അയിമയും കൊണ്ട് മിനിസോയിൽ പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് മിനിസോയിൽ പോയിട്ട് കാണാം. എന്ത് വാങ്ങിക്കാനായ? എനിക്കോ? ഞാൻ അവിടെ ചെന്നിട്ട് നല്ലതെന്ന് വെച്ചാ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങും. അയിമാക്ക് എന്താ വാങ്ങിക്കണ്ടേ? എനിക്ക് പാവയും ഭയങ്കര വില അവിടെ. വിലയുണ്ട്, ഓഫറും ഉണ്ട്. എനിക്ക് എന്നാലും 2 സാധനം വേണം. രണ്ടൊന്നുമില്ല, പറ്റൂല, ഞാൻ 2 സാധനം വാങ്ങിക്കും. വാങ്ങിച്ചല്ലേ പറഞ്ഞേ, വാങ്ങിച്ചേരണേ. എനിക്കൊരു പാവയും വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് മിനിസോ നമ്മൾ എവിടെയായിരുന്നു കണ്ടത്? എനിക്ക് അയാൻ പറയുന്ന കേൾക്കാൻ നിക്കണ്ട. അയാൻ പറയുന്ന കേട്ടല്ല. അപ്പറേ പോണം തോന്നുന്നു. ഈ റൂട്ടാണ്. ഞാനൊന്ന് ഇട്ടു, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഇട്ടേനാണ് ഗൈസ് കരഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാലും ചിരിച്ചിങ്ങനെ ബിസ്മിയുടെ ആ ഭാഗത്ത്, അതിന്റെ അപ്പുറത്തെ വഴി അല്ലേ? ഞാൻ എന്തേലും ആവശ്യമുണ്ടല്ലോ എന്തായി കാണിക്കുന്നേ. ഇവരുടെ മാമന്റെ ഒക്കെ കൂടെ പല്ലിളകി കേട്ടോ ഗൈസ് കുഞ്ഞിന്റെ. ഇളകി ഓൾമോസ്റ്റ് ചെറിയ ഇളക്കത്തിൽ ഇരിക്കുവാണ്. ചെലപ്പോ ഒരു പല്ല് ഇല്ലെങ്കിൽ നിങ്ങൾ കളിയാക്കരുത് കേട്ടോ കൊച്ചിനെ. നിർത്തൂ, അയ്യോ അങ്ങനെ പറയല്ലേ. നാളെ ഇനി 2 days കഴിഞ്ഞ് സ്കൂളിൽ പോണം. നാളെ TP ഉണ്ടോ? എനിക്കുണ്ട് ഹിന്ദി. നാളെ എനിക്ക് TP മിക്കവാറും കാണും. മഴ പെയ്യുന്നുണ്ട്. മഴയൊന്നുമില്ല, നല്ല വെയിൽ. ചെറുതായിട്ട് ചാറാൻ തുടങ്ങി കേട്ടോ. ഇപ്പൊ വലുതായോ? നമ്മള് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തിനേലും കുറച്ചുകൂടെ വലുതായല്ലേ? അത് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു. ഇത്തിരി ഒരുക്കം കൂടുതലാ കേട്ടോ. ക്യൂട്ട് ഏത് സമയം നോക്കിയാലും ക്യൂട്ട്. തന്നെ ക്യൂട്ടാണ്. പണ്ടിങ്ങനെ എനിക്കാണെങ്കിൽ എങ്ങനെ വരും? ക്യൂട്ട്. ഒന്ന് പോവണ്ടേ, ഒന്ന് പോവണ്ടേ എണീച്ച് പോ. മിനിസോ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. മിനിസോ അടച്ചു എന്ന് വിചാരിക്കാം, അപ്പൊ എന്തായിരിക്കും? വീഡിയോ എടുക്കും. അടച്ചാ എന്ത് ചെയ്യും? അത് മിക്കവാറും അടച്ചിട്ടിരിക്കും. ആ ഓക്കെ.
ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് ഇതാണ് പുതിയ കൂടിയാണ്. കട, മെന്റ്. ഒരുപാട് കടകൾ തുടങ്ങിയിട്ടുണ്ടല്ലേ അത് ആലപ്പുഴ. ബ്രാൻഡഡ് പക്ഷെ നല്ല ഒരെണ്ണം പോലും ഇല്ല. അത് ബ്രാൻഡഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നല്ലൊരു കട ബ്ലൂബേ ഉണ്ട്, മെന്റ് ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കടകൾ തേടി പോകത്തില്ല അല്ലേ? നമ്മളെപ്പോഴും പോകുന്ന കടയിൽ നമ്മളിപ്പോ പോകാൻ പോകുന്ന കടയുടെ പേര് മിനിസോ എത്തി ഗൈസ്. ഓപ്പൺ ആണ്. Yes. ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ സെയിലാട്ടോ, സൂപ്പർ സെയിൽ 5% ഡിസ്കൗണ്ട്. അങ്ങനെ മിനിസോയിൽ എത്തി. അങ്ങനെ ദേ മിനിസോ എന്റെ പൊന്നെ ചീടാതെ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ പോകാമെന്നോ പറഞ്ഞത്? അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഉള്ളിലോട്ട് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ. ഞങ്ങൾ ഒരിക്കൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മാക്സിമം അയിമയെ കൊണ്ട് അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാവയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ബർത്ത്ഡേ വന്നപ്പോഴൊക്കെ കുറേ അധികം പാവയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ വീണ്ടും അത് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അവൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം അവൾ സെലക്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പം ഈ ബോട്ടിലൊക്കെയാണ് പറയുന്നത്. ഈ ബോട്ടിലിനൊക്കെ 590 റുപ്പീസൊക്കെയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ. അപ്പം അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വാട്ടർ ബോട്ടിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ലുലുവിൽ നിന്ന് വാങ്ങിയതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് മാറ്റി നിർത്തി അവളെ കേട്ടോ. ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി തോന്നും എന്തെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഓടി നടന്ന് എന്തൊക്കെയോ പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കരിമ്പുംകാട്ടി ആന കയറിയ പോലെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് ഒരുപാട് നോക്കുന്നുണ്ട്. പിന്നെ എന്നോട് വന്ന് ചോദിക്കും, മച്ചി ഇതെടുക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ പിന്നെ നല്ലതാണെങ്കിൽ എടുത്തോളാൻ പറയും. പിന്നെ ഒരുപാട് യൂസ് അല്ലാത്ത സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് എടുക്കാനായിട്ട് ഞാനങ്ങനെ പറയാറില്ല. അങ്ങനെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഇതേ ബില്ലടിക്കാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാവേ. അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബാബാ ഇങ്ങോട്ട് വാ, കേറ്. നല്ല മഴ തുടങ്ങി ഗൈസ്. നീ ഇത് ബാക്കിലോട്ട് വെക്ക്. ആന്നായിരുന്നു. അയ്മ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വണ്ടി കയറി അല്ലേ. അയ്മ കൊറേ പൈസക്ക് വാങ്ങിച്ചു. അയ്യാൻ അന്ന് പ്രോമിസ് ചെയ്ത അയ്മ അടുത്ത് ഞങ്ങളൊന്ന് കൊണ്ടുപോകാന്ന്. പക്ഷെ ഇത്രയും വള്ളിയാവുന്നു വിചാരിച്ചില്ല. പിന്നെ നല്ല മഴയും തുടങ്ങി. കണ്ട അടിപൊളി മഴ. ഇന്ന് നമ്മൾ തിരിച്ചു വേറെ വഴിക്കാൻ പോകുന്നു. പിന്നെ ഇനി വീട്ടിലോട്ടല്ലേ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. കുട്ടി വീഡിയോ ആണ്. എന്റെ അല്ലേ ഈ ഭാഗത്ത്. ഞാൻ PG ഡിപ്ലോമ ചെയ്തത് ഈ സൈഡിൽ ഈ ഭാഗത്തായിരുന്നു. ഇപ്പൊ PSC കോച്ചിങ് ചെയ്യുന്നത് ഇവിടെ തന്നെ സൈലത്തില. അപ്പം ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അയ്മ സാധനം കിട്ടിയപ്പോ അയ്മ വ്ളോഗിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയുന്നു. എന്ത് ചെയ്യേ, സാധനം നോക്കുവാണോ? ചെന്ന് കഴിയുമ്പോ വായ്താപ്പട ഫിനാഞ്ചനമായിരിക്കുന്ന കേൾക്കാനായിട്ടാണോ? എടുക്കത്തില്ല. കള്ളത്തരത്തിന്റെ പേരിൽ
ഞങ്ങളുടെ ഇവിടുത്തെ ഷീമാട്ടി പൊളിച്ചിട്ട് അവിടെ എന്തൊക്കെ എം ക്യൂബ് എന്ന് പറഞ്ഞ കട തുടങ്ങി. റെസ്റ്റോറന്റും ബൊട്ടീക്കും എല്ലാം കൂടെ ഒരുമിച്ചല്ലേ. പിന്നെ റൂംസും ഒരു ദിവസം വരണം നമുക്ക് അവിടെ. റൂംസ് അല്ല, cafeteria. അതാണ് റൂംസ്. ബൊട്ടീക്ക്, പിന്നെ വേറെ റെസ്റ്റോറന്റ് കാഫറ്റീരിയ. ചായയൊക്കെ മാത്രം, സ്നാക്സും അങ്ങനെയല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് പൊട്ടിച്ചു. അവൾക്ക് രാത്രി കുടിക്കാനായിട്ട് രാത്രി റൂമിൽ കൊണ്ടുവച്ച് കുടിക്കാനായിട്ട് ഒരു ബോട്ടില് കിടക്കുമ്പോ തലയിൽ വെക്കാൻ വേണ്ടിട്ട് മറ്റേ ബാൻഡ് ഉറങ്ങുമ്പോ വെക്കാൻ ഫേസ് മാസ്ക് വരെ മേടിച്ചേക്കുന്നു രണ്ടുപേരും. ഫേസ് മാസ്ക് ഞാൻ പോലും ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഫേസ് മാസ്ക്? ഞങ്ങള് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ പിള്ളേർക്ക് ഫേസ് മാസ്ക് വേണം. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ എല്ലാത്തിനും നല്ല വിലയാണ്. തൊടുന്നതിനൊക്കെ 500 600 അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സാധനം നല്ല അടിപൊളിയാ കേട്ടോ. അടിപൊളി സാധനമാണ്. റേറ്റും ഇത്തിരിയൊക്കെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 5 രൂപ. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടപ്പെട്ടു. അന്ന് പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അപ്പൊ ഞാന് അന്ന് പോയപ്പോ തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു അയിമാക്ക് ഇഷ്ടപ്പെടും. അവർക്ക് റീൽ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഫോട്ടോ എടുത്തു നോക്കട്ടെ. അപ്പൊ നമ്മള് റീൽ എടുത്തപ്പോ അവർക്ക് അതിന്റെ വീഡിയോ റീൽ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. റീല് എഡിറ്റ് ചെയ്തിട്ട് ഇനി വൈകിട്ട് തന്നെ അയച്ചു കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ അയ്മ? സൂക്ഷിച്ചാൽ മതി. പിടിച്ചു കവറിൽ തന്നെ ഇട്ടോ. കവറിലിരുന്നു. ഒരു പാക്കറ്റ് 4 ഫേസ് പാക്ക് ആണോ? തോന്നുന്നു. ഗസ് ചെയ്യുവാണ്. എന്തായാലും നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. നല്ല മഴ. ഇപ്പൊ വേറെ അങ്ങോട്ടും പോകുന്നില്ല. നല്ല അടിപൊളി തകർപ്പ് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാണിച്ചു കൊടുക്കാം ഒരു മിനിറ്റ്. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഒരു സെക്കൻഡ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു വീഡിയോയിൽ തന്നെ ബാക്കിലോട്ട് വരാൻ പറ്റും. അപ്പൊ വീഡിയോ എടുത്താൽ പ്രോ വീഡിയോയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോയിലോട്ടോ പോകുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്താ നല്ല അടിപൊളി മഴയാണ് ഗൈസ്. അടിപൊളി മഴ. ഇല്ല കുഴപ്പമില്ല. എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ സ്ഥിരം കടയാണ് കേട്ടോ ഇത്. ഞങ്ങളെ ഇഷ്ടംപോലെ കാശുണ്ടോന്ന് കട. ഞങ്ങള് ലുലുമാളിൽ പോയി ഒരു മിനിറ്റ് ലുലുമാളിൽ പോയി സാധനം വാങ്ങിക്കുന്നതിലും കൂടുതൽ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കും. ഇവിടെ വന്നാൽ നമുക്ക് ഒരു മാസം എത്ര രൂപയാകും? അപ്പൊ 1000 കണക്കില്ല. ഇഷ്ടം പോലെ പൈസ. ഭയങ്കര ക്യാഷ്. പിന്നെ അത്യാവശ്യം നല്ല സാധനം ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് തന്നെ വാങ്ങിക്കും. ഞാൻ സ്കൂളിൽ പോണ്ടേ? നേരത്തെ കിടക്കണേ. അപ്പം സാധനമൊക്കെ വാങ്ങിച്ചു. നല്ല ഷോപ്പായിരുന്നു. എല്ലാരും പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഞങ്ങള് ഒരു വട്ടം പോയി, രണ്ടാമത്തെ വട്ടം പോയി. നമുക്ക് ശരിക്കും ഇവിടെ വന്നിട്ട് സ്കൂൾ ഷോപ്പിംഗ് നമ്മൾ അത് കഴിഞ്ഞിട്ടല്ലേ അതിനെ പറ്റി ആലോചിച്ചു. പക്ഷെ അവിടെ അതാണ് നല്ല പൈസയാണ്. നല്ല പൈസയാണ്. അന്ന് ലുലുവിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തോണ്ട് വലിയ ഒരുപാടായി. നമ്മൾ അവിടുന്ന് വാങ്ങിച്ചോണ്ട് നമുക്ക് നല്ല ലാഭമായിരുന്നു. നമ്മൾ എല്ലാ സാധനങ്ങളും അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ 3 സെറ്റ് പെന്നു വാങ്ങിച്ചു. അതൊക്കെ ഒരു ഓൾറെഡി കണ്ടല്ലോ വീഡിയോയിൽ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. അങ്ങനെ എന്തായാലും ദേ പോയിട്ട് തിരിച്ച് വീട്ടിലെത്താറായി. നമ്മളിവിടെ നമ്മളെ മെയിൻ സ്പോട്ട് നമ്മൾ പറയുന്നത് ഇറച്ചിക്കട. ഞങ്ങൾ ഇവിടെ വരുന്നവരുടെ മറ്റേ മീഷോയിലോ അല്ലെങ്കിൽ കൊറിയറൊക്കെ വരുന്നവർക്ക് പറയും നമ്മുടെ വാതിക്ക് ഒരു ഇറച്ചിക്കട ഉണ്ട്. ഇറച്ചിക്കടയിൽ ഇവിടെ വന്നാൽ മതി. ഇറച്ചിക്കട ഇവിടുന്ന് നേരെ പോയാൽ മതി. അപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി. നിങ്ങൾ വരണമെങ്കിൽ വന്നോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നല്ല ബീഫ് കറി കൊണ്ടുവരുന്നത്.
സാധനമൊക്കെ എടുത്ത് വെച്ച് ഇനി രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കുക, പോയി കിടക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ളു. അപ്പൊ എന്നാ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അത് നിങ്ങൾ കിടക്കാത്തോണ്ടല്ലേ വഴക്ക് പറയുന്നേ. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ, ജസ്റ്റ് അവിടെ പോയി സാധനം വാങ്ങിക്കുന്ന ഒരു കുട്ടി വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. പിന്നെ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഉമ്മച്ചി എന്തോ ഷൂസ് ഇടാതെയാണോ എന്തോ വണ്ടി. അത് വേറെ അല്ലേ, വണ്ടി ഡ്രൈവിങ് ചെയ്യുന്നതിന്റെ അല്ലേ, അത് വേറെ വീഡിയോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ കാണിക്കാൻ പോവാണ്. ഇത് എൻ്റെ ആട്ടോ വാട്ടർമെലൺ, ഭയങ്കര സ്ക്വിഷി പോലെയൊക്കെയാണ്. ഒന്നുമില്ല, അതെന്താന്ന് പറഞ്ഞാൽ മതി. ഈ സ്കുഷി പോലെ സ്കിഷി പോലെ ഒന്നും പറയണ്ട. എന്താ സാധനം എന്ന് പറ. സ്ലൈം ആണെന്ന് പറയടേ. ഗൈസ്, സ്ലൈം നമ്മൾ 2 സ്ലൈം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അയാന്റെയും ഇതെന്റെയും. ഓക്കെ, പിന്നെന്താ വാങ്ങിച്ചേ? നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു സാധനം 2 പേരും വാങ്ങിച്ച കേട്ടോ, ഫേസ് മാസ്ക് ആണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കിനുമാണ് പിള്ളേർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കീപ്പ് ഔട്ട് റീച്ച് ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇത് യൂസ് ചെയ്യുന്നില്ല, മാറ്റി വെക്കുവാണ്. അത് മാറ്റി വെച്ചു. ദയാൻ വാങ്ങിച്ചു. ഇത് എന്തിനു വാങ്ങിയത് ദയാൻ? സ്റ്റോറി റൈറ്റിംഗ്. അയാൻ സ്റ്റോറി എഴുതാൻ പോവുകയാണ്. നെക്സ്റ്റ് അയാൻ, അയ്യേ നീ ഇത് വാങ്ങിച്ചു. പെൻസിൽ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ബോക്സ്. പിന്നെ അയാനൊരു ഇങ്ങനെ പല ഷെയ്ഡ്സിലെ ഒരു പെന്ന്. അയാൻ്റെ ലുക്ക് അത്ര പോരാ, അതുകൊണ്ട് ഞാൻ അയാനെ കാണിക്കുന്നില്ല. പിന്നെന്താ പറ, പെട്ടെന്ന് പറ. ഹാൻഡ് ക്രീമാണ്. ഇതൊരു ഹാൻഡ് ക്രീമാണ്. ഇത് അവൾക്ക് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ഒരു ഹെയർ ബാൻഡ്. അതൊക്കെ വ്യക്തമായിട്ട് കാണിക്കൂട്ടി. ഇതാ ഇത് കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ, നല്ല സോഫ്റ്റ്. അതെ, ഇതൊരു വാട്ടർ ബോട്ടില്. ഇത് അവൾക്ക് വെറുതെ വാങ്ങിച്ചു, രാത്രി വെള്ളം കുടിക്കാൻ വെച്ചതാ. പിന്നെ എനിക്കിത് ഇതാ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇത്ര സാധനങ്ങളൊക്കെയല്ലേ വാങ്ങിയുള്ളൂ. ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല, അത് മാറ്റിയേക്കുവാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്.